നമസ്കാരം സുഹൃത്തുക്കളെ. മാനവരിൽ മഹോന്നതൻ എന്നൊരു പ്രയോഗം നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് അധിക വർഷങ്ങളൊന്നും ആയില്ല. അത് ചില പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകളാണ് ആ വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവർ പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് അവർ വിശ്വസിക്കുന്ന ആളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാനവരിൽ മഹോന്നതൻ എന്ന് വിശേഷിപ്പിച്ച് തുടങ്ങിയത്. എന്നാൽ ഇൻ്റർനെറ്റ് ഇത്രയും വ്യാപകമാവുകയും എല്ലാവരുടെയും വിരൽത്തുമ്പിലെത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെയേറെ വിമർശനങ്ങളും ട്രോളുകളും ഇതിനെതിരെ ഉണ്ടായി. ഇങ്ങനൊരു വ്യക്തി ഒരിക്കലും മാനവരിൽ മഹോന്നതനാവില്ല എന്ന തരത്തിൽ വന്നു. അപ്പോൾ ആര് ആരാണ്, ആര് ആരല്ല, എന്താണ്, എന്തല്ല എന്ന് ഇക്കാലത്ത് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും അത്തരം ആളുകളൊക്കെ നടത്തുന്ന ഈ നബിയെ പ്രകീർത്തിക്കാനുള്ള ചില പരിപാടിയിൽ ഒരു ഉളുപ്പുമില്ലാതെ പോയി അവർ കൊടുക്കുന്ന അച്ചാരവും വാങ്ങി വലിയ മാനവികവാദിയാണെന്നും മറ്റ് മതങ്ങളെയൊക്കെ ആദരിക്കുന്ന തരത്തിലേക്ക് വിശാലമാണ് ഇസ്ലാമെന്നുമൊക്കെ പറയാൻ ഉളുപ്പില്ലാത്ത ഒരു വ്യക്തി, സണ്ണി എം കാപ്പിക്കാട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പോലുമല്ല അത്. അനിൽ പൈലി എന്നോ മറ്റോ ആണ് അയാളുടെ പേര്. അയാളുടെ പിതാവ് ക്രിസ്ത്യൻ നാമധാരിയാണ്. ക്രിസ്ത്യൻ എന്താ പറയുക, ഈ കളിയാക്കിയൊക്കെ വിളിക്കാറില്ലേ ക്രിസ്ത്യാനികൾ ദളിത് ക്രിസ്ത്യാനിന്നോ അങ്ങനെയില്ല എന്നൊക്കെയല്ലേ അവർ പൊതുവെ പറയുന്നത്. പക്ഷേ ക്രിസ്ത്യാനായിട്ട് മാറിയിട്ടും ദളിത് എന്നുള്ള അത് മാറിയില്ല എന്ന തരത്തിൽ പള്ളിയിലും പോകാറില്ല, എന്നാൽ ഞാൻ ക്രിസ്ത്യാനിയുമല്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ മുതൽ നടക്കുന്നത്. എന്നാൽ സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അത് ഹിന്ദു വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ജോലി കിട്ടാൻ വേണ്ടിയിട്ട് SC സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുകയും അയാൾ മതം മാറിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം. അങ്ങനെ ജോലി കിട്ടുകയും സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ കഴിയുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സണ്ണി എം കാപ്പിക്കാട് എന്ന വ്യക്തി. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും പോയി കുഴലൂതി കൊടുക്കേണ്ട കാര്യമില്ല, ആരെങ്കിലും തെറി വിളിക്കേണ്ട കാര്യവും അയാൾക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇല്ല. അയാൾക്ക് മര്യാദയ്ക്ക് ജീവിച്ചു പോകാനുള്ള വക അയാൾക്കുണ്ട്. അയാളുടെ വീടും ചുറ്റുപാടും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ്. പക്ഷേ എന്നിട്ടും ഇയാൾ എന്തിനാണ് ഒരാവശ്യവുമില്ലാതെ ഈ ഹിന്ദുക്കളുടെ ദൈവങ്ങളുടെ നെഞ്ചത്തോട്ടും അവരുടെ വികാരത്തിൻ്റെ മണ്ടയ്ക്കോട്ടും വലിഞ്ഞു കയറുന്നത് എന്നതിന് വളരെ ലളിതമായിട്ടുള്ള ഒരു ഉത്തരമേ ഉള്ളൂ. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഉത്തരമാണ്. ഹിന്ദുവിനെയോ അവൻ്റെ വിശ്വാസങ്ങളെയോ അവൻ്റെ ദേവതമാരെയോ പറഞ്ഞാൽ തൻ്റെ കയ്യോ കാലോ നഷ്ടപ്പെടില്ല എന്ന് ഏത് പൊട്ടനും അഥവാ ഏത് കാപ്പിക്കാടനും തിരിച്ചറിയാം എന്നുള്ള ആ ഒരു വസ്തുതയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതൊക്കെ വലിയ താമസമില്ലാതെ മാറും. കാരണം ഈ ഒരു വിഭാഗത്തിൻ്റെ ക്ഷമ എന്നത് അവരുടെ നെല്ലിപ്പടിയിൽ നിൽക്കുകയാണ്. ഇയാളെ വരുന്ന ദിവസങ്ങളിൽ ആരെങ്കിലും കൈവച്ചാൽ പോലും അത്ഭുതമില്ല. പക്ഷേ ആര് കൈവെക്കും എന്ന കാര്യത്തിലാണെന്ന് തോന്നുന്നു അവർക്കൊരു വ്യക്തത വരേണ്ടത്. അതായത് മറ്റാരെങ്കിലും എടുത്തിട്ട് കൈവച്ചാൽ അയ്യോ ഒരു പട്ടികജാതിക്കാരനെ അവരെല്ലാം കൂടെ തല്ലി ബ്രാഹ്മണിക്കൽ ഹെജ്മണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് ഇരവാദം മുഴക്കാനുള്ള ഒരു അവസരം കിട്ടും. പക്ഷേ അതുണ്ടാവാതിരിക്കാനുള്ള മറുമരുന്ന് ഇവരുടെ കയ്യിലുണ്ട്. കാരണം വനവാസി മേഖലയിലൊക്കെ ഈ നമ്മൾ എന്താ പറയുക, യുവമോർച്ച, മഹിളാ മോർച്ച എന്നൊക്കെ പറയുന്ന കണക്ക് വനവാസികളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന RSSകാരുണ്ട്. അവരുടെ ഇടയിലും സ്വത്വബോധമുള്ള ഈശ്വരവിശ്വാസമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരാരെങ്കിലുമാണ് കൈവെക്കുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് മണിക്കൂറായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില പോസ്റ്റുകളും ചർച്ചകളും കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു നിഗമനത്തിലെത്തിയത്. അയാൾ മിക്കവാറും കേസിലൊന്നും ആയിരിക്കുകയില്ല അയാൾ ചെന്ന് ചാടാൻ പോകുന്നത്. കാരണം ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു അയാളുടെ പരാമർശങ്ങൾ. ഇത് ഒരു പക്ഷേ ദേഹം നോവുന്ന തരത്തിൽ എന്തെങ്കിലും കിട്ടിയാലും അതും അയാൾക്ക് ഒരു ജാതി പറഞ്ഞുകൊണ്ട് ഇരവാദം മുഴക്കാനുള്ള അവസരം കിട്ടാത്ത തരത്തിലായിരിക്കും ചിലപ്പം കിട്ടുന്നത്. പട്ടികജാതിക്കാരനെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ മേൽജാതിക്കാരൻ തല്ലിയാൽ പിന്നെ ആരുടെ പക്ഷത്താണ് കുറ്റമെങ്കിലും ആരുടെ പക്ഷത്താണ് തെറ്റെങ്കിലും നിയമം പട്ടികജാതിക്കാരൻ്റെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷേ ജാതിയിൽ ആ വ്യക്തിയേക്കാൾ താഴെയുള്ള ഒരാളാണ് കൈവെക്കുന്നതെങ്കിലോ അതൊരു സാധ്യതയാണ്. അതിന് മുന്നിൽ അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ തങ്ങൾ ഇതിൽ നിന്നുകൊണ്ട് എന്ത് തോന്നിവാസം പറഞ്ഞാലും തങ്ങൾക്ക് ഒന്നും പറ്റില്ല, കൈക്കും കാലുമൊക്കെ അവിടെ തന്നെ കാണും എന്നൊരു വിശ്വാസം ഇത്തരക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് അയ്യപ്പനെ പറ്റി അത്രയും മ്ലേച്ഛമായ രീതിയിൽ ഈ സണ്ണി എം കാപ്പിക്കാട് എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിരിക്കുന്നത്. അയാൾ ഒരു ഖേദപ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അയാൾ ആ ഒരു വാക്ക് മാത്രമേ പിൻവലിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യത്തിലൊന്നും പിൻവലിച്ചിട്ടില്ല. ഇയാൾ ഇതിൻ്റെ ഒരു 100-1 പോലും ഇയാൾ ഇസ്ലാമിനെയോ അതിലെ മോശം കാര്യങ്ങളെപ്പറ്റി പറയാറില്ല. മാത്രമല്ല അവരെയൊക്കെ പുകഴ്ത്താൻ അവരുടെ വേദിയിൽ പോയിരിക്കുകയും അവരിൽ നിന്ന് അച്ചാരം വാങ്ങുകയും ചെയ്യുന്നുണ്ട് ഈ ക്രിപ്റ്റോ ക്രിസ്ത്യനായിട്ട് നടക്കുന്ന ഇവാഞ്ചലിസ്റ്റ് എന്ന് ആണ് അയാൾ അറിയപ്പെടേണ്ടത്. ശരിക്കും അത് തന്നെയാണ് അയാൾ. എന്നാൽ അയാൾ പറയുന്നത് ഞാൻ പള്ളിയിലും പോകാറില്ല എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് ഒരു ജോലിയുണ്ട്, തെറ്റില്ലാത്തൊരു വീടൊക്കെ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട നിലയിലാണ്. ഒരു ശല്യവും ഇപ്പോൾ ഉണ്ടാക്കാത്ത, പണ്ടത്തെ എന്തെങ്കിലും ആയിക്കോട്ടെ, 1 നൂറ്റാണ്ടിന് മുമ്പോ 1 നൂറ്റാണ്ടിന് മുമ്പോ ഹൈന്ദവർ ചില വിഭാഗം ഈ പറയുന്ന പോലെ ബ്രാഹ്മണിക്ക് ഹെജ്മണി എന്നൊക്കെ പറഞ്ഞ ഒരു വിഭാഗം അന്ന് അങ്ങനെ ചെയ്തെങ്കിൽ ഇന്ന് അങ്ങനെ ആരും ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവാനും പോണില്ല. അതിനുള്ള സാമൂഹിക പശ്ചാത്തലമല്ല ഇപ്പോഴുള്ളത്. പക്ഷേ അത് വെച്ചുകൊണ്ട് ഇപ്പോഴും ആ ഒരു വലിയ വിഭാഗത്തിൻ്റെ നെഞ്ചത്തോട്ടാണ് കയറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരൊരു പക്ഷേ കേസിലൂടെ ആയിരിക്കില്ല അയാളെ നേരിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കൂട്ടത്തിലുണ്ട് വനവാസികളുടെ ഇടയിൽ തന്നെയുള്ള RSSകാരും ഉണ്ട്, വിശ്വാസികളുണ്ട്. അവരാരെങ്കിലും കൈവച്ചാൽ അപ്പോൾ കിടന്ന് മോങ്ങാൻ ഈ സണ്ണി എം കാപ്പിക്കാടിന് പറ്റില്ല. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ജാതിയേക്കാളും കൂടി ആരെങ്കിലും കൈവച്ചാലേ ഉള്ളൂ അവിടെ ഇരവാദത്തിനുള്ളൊരു സ്കോപ്പുള്ളൂ.
താഴെയുള്ള ആൾ കൈവച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് കാപ്പിക്കാരനെ പോലുള്ളവർ മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു മുന്നറിയിപ്പാണ്, അല്ലാതെ താങ്കളെ ആരെങ്കിലും വന്ന് അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സാധ്യത അവിടെ കിടപ്പുണ്ട്, അത് മറക്കരുത്.